ഹായ് ഓൾ, ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു ഇ-കൊമേഴ്സ് സംരംഭമാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വലിയൊരു ബിസിനസ് അവസരം. ഈ അവസരത്തിൻ്റെ പ്രത്യേകത ഏതൊരു സാധാരണ വ്യക്തികൾക്കും സ്വന്തമായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് വലിയ രീതിയിലുള്ള ഒരു വരുമാനം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയുടെ മാസ്റ്റർ പ്ലാൻ വളരെ വ്യക്തമായിട്ട് നമ്മൾക്കൊന്ന് കേട്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഈ മാസ്റ്റർ പ്ലാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. മൂന്നക്ഷരം PHYയും ഡിജിറ്റലിന്റെ GIയും കൂടി ചേർന്ന് ഫിജി എന്ന വാക്കുണ്ടാകുന്നു. അതിന്റെ കൂടെ കാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിംഗ് കാർട്ടിന്റെ കാർട്ട് കൂടി ചേരുമ്പോൾ ഫിജി കാർട്ട് എന്നുണ്ടാകുന്നു. അതൊരു വെബ്സൈറ്റ് ആയതുകൊണ്ട് fijicart.com അതിന്റെ കൂടെ ചേരുന്നു. സോ വെൽക്കം ടു ദ ഫിജിറ്റൽ ഗൈഡ്. റൈറ്റ്, നെക്സ്റ്റ് ഇവിടെ നമുക്ക് ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാറ്റങ്ങൾ ആണ് മാറ്റമില്ലാതെ തുടരുന്ന ഒരേ ഒരു കാര്യം. ഇവിടെ ഒരു ഗംഭീര ക്യാപ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിട്ടുള്ളത്? ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രോങ്സ്റ്റ് ഓർ ദ മോസ്റ്റ് ഇന്റലിജന്റ് ഹൂ വിൽ സർവൈവ് ബട്ട് ദോസ് ഹൂ ക്യാൻ ബെസ്റ്റ് മാനേജ് ചേഞ്ച്. ചേഞ്ചുകളെ മാനേജ് ചെയ്യാൻ കഴിയുന്നവർ മാത്രമാണ് ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളത്. ശക്തന്മാരോ ബുദ്ധിരാക്ഷസന്മാരോ ഒന്നും അല്ല വിജയിച്ചിട്ടുള്ളത്. ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ഒന്ന് നോക്കി നോക്കിയേ, പണ്ടത്തെ നമ്മുടെ ആ റിംഗ് ഫോണൊക്കെ മാറി ഇന്ന് മൊബൈൽ ഫോണിലോട്ട് മാറിയിരിക്കുന്നു. പഴയ ഷോപ്പിംഗ് മെത്തേഡുകൾ മാറി ഇ-കൊമേഴ്സ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം വലിയ ചേഞ്ചുകളാണ്. വേൾഡിലെ ഫസ്റ്റ് ഡിജിറ്റൽ കമ്പനി ആയിട്ടുള്ള നമ്മൾ 4 ഗംഭീര ഇൻഡസ്ട്രികളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഇ-കൊമേഴ്സ്, റെഫറൽ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ്. ഇത് മൂന്നും നമ്മുടെ സിസ്റ്റത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് കൂടി ചേരുമ്പോൾ ഈ 4 ഇൻഡസ്ട്രികളും ഒരുമിച്ച് ചേർന്ന് ഒരു കുടക്കീഴിൽ ലോകത്ത് ആദ്യമായിട്ട് വരുന്നു. ആ കമ്പനിയുടെ പേരാണ് fijicart.com. ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒഫീഷ്യലി അറിയപ്പെടുന്ന ഈ കമ്പനി ഈ 4 ഇൻഡസ്ട്രിയെയും ഒരുമിപ്പിച്ച് നിർത്തുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. നെക്സ്റ്റ് വൺ. എന്നാൽ ഇതിലെ ഇ-കൊമേഴ്സിനെ പറ്റി നമുക്ക് ചില പഠനങ്ങൾ നോക്കാം. ഇത് നടത്തിയത് നമ്മുടെ കമ്പനിയോ നമ്മുടെ ആളുകളോ അല്ല. ഇത് KPMGയുടെ ഒരു റിപ്പോർട്ടിൽ നിന്ന് എടുത്തതാണ്. EY, സിസ്കോ ഇങ്ങനെ പറയുന്ന വലിയ അക്കൗണ്ടിംഗ് ഫേമുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഡാറ്റയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇ-കൊമേഴ്സ് 2009 3.9 ബില്യൺ, അതായത് 390 കോടി രൂപയുടെ റവന്യൂ ഉണ്ടാക്കുമ്പോൾ 2026 ആയപ്പോഴേക്കും അത് 200 ബില്യൺ, അതായത് 20,000 കോടിയിലേക്ക് മാറുന്നു. ഈ ഫിഗറുകളൊക്കെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് വി ആർ ഗ്രോയിങ് ഇൻ എ ബിഗ് വേ. അപ്പം ചില സമയത്ത് നമ്മുടെ റിപ്പോർട്ടുകൾ നമ്മൾ ഇപ്പോഴത്തെ വെബ്സൈറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് മേ ബി ഇത് ചേഞ്ച് ചെയ്തിട്ടുകൊണ്ടിരിക്കും. കാരണം ഇത് എല്ലാ ദിവസവും നമുക്ക് ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയില്ല. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഫിഗറുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം പോയാൽ ഒരു 4 മാസത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലൊക്കെ ആയിരിക്കും. അപ്പൊ ചില സമയത്ത് നമുക്ക് ഇതിലുള്ള മിസ്മാച്ചിങ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ സെൻസർ എടുക്കും എന്ന വിശ്വാസത്തോടു കൂടി അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മോഡലുകളാണ് പണ്ട് കാലത്ത് കാണാത്ത ചില ബിസിനസ് മോഡലുകൾ. ലൈക്ക് ഫേസ്ബുക്ക് ആയാലും ആമസോൺ ആയാലും പേപാൽ ആയാലും ഊബർ ആയാലും ഓല ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും ഇവരൊക്കെ ഇ-കൊമേഴ്സിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ മാർഗങ്ങൾ അല്ലെങ്കിൽ വലിയ മാർജിനുകൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ കമ്പനികളാണ്. നെക്സ്റ്റ് വൺ, ഡയറക്ട് സെല്ലിംഗിന്റെ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഇൻഡസ്ട്രികളിലെ 2 ഇൻഡസ്ട്രികളെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. നേരത്തെ ഇ-കൊമേഴ്സ് നോക്കി. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഡയറക്ട് സെല്ലിംഗിനെയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത്? 3 കോളംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യത്തെ കോളം കൺട്രി, രണ്ടാമത്തെ കോളം പോപ്പുലേഷൻ, മൂന്നാമത്തെ കോളം ടേൺഓവർ. അങ്ങനെ നോക്കുവാണെങ്കിൽ വില്ലേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട് അല്ലെ. ഏറ്റവും ടോപ്പിലിരിക്കുന്ന USA തൊട്ട് ഇന്ത്യ വരെയുള്ള എല്ലാ രാജ്യങ്ങളുടെ ഒരുവിധം ഫേമസ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഒക്കെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ 140, പക്ഷേ ഇപ്പൊ 142 ആയിട്ടുണ്ട്. ഈ കാര്യത്തിൽ നമ്മൾ വെട്ടിക്കാൻ പറ്റൂല കേട്ടോ. നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. നൗ വി ആർ ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്. നമ്മൾ 2ാം റാങ്കിലായിരുന്നു നിന്നിരുന്നത്. ചൈനയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 142 കോടി രൂപ, 142 കോടി ജനങ്ങളായിട്ടുണ്ട്. പക്ഷെ 140 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് 140 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ നടന്ന ഡയറക്ട് സെല്ലിംഗിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 19,000 കോടിയാണ്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ അതിനെ തൊട്ട് മുകളിൽ നോക്കി നോക്കൂ. മലേഷ്യ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യം, ഒരു ചെറിയ രാജ്യം, ആകെ 3 കോടി ജനങ്ങളുള്ള ആ രാജ്യത്തിന്റെ ടേൺ ഓവർ 30,550 കോടിയാണ്. നമ്മളെപ്പോഴും നമ്മൾ കമ്പാരിസൺ ചെയ്യുന്ന USA ഒക്കെ ആയിട്ടായിരിക്കും അല്ലെ. USA 33 കോടി ജനങ്ങളാണ്. ആ അത്രയും രാജ്യത്തിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് അവിടെ വന്നിട്ടുള്ള ടേൺ ഓവർ എന്ന് പറയുന്നത് 3,37,810 കോടിയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യ സ്ലീപ്പിംഗ് ജയന്റ്. ഇന്ത്യ സ്ലീപ്പിംഗ് ചാൻ, ഇന്ത്യ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സെറ്റപ്പ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ നിയമപരീക്ഷയും കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ വലിയ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എസ്റ്റിമേറ്റഡ് ടു അച്ചീവ് 64,500 crore by 2025.
ഇത് KPMGയുടെ പഴയ റിപ്പോർട്ട് പ്രകാരമാണ്. ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ അവൈലബിൾ ആയിട്ടില്ല. 2026 ഈ 2025 റിപ്പോർട്ട് പുറത്തിറങ്ങുക. KPMG ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തോട്ട് ഇറക്കുക. കാരണം ഇതിന്റെ ഓഡിറ്റിംഗ് നടക്കണ്ടേ. അപ്പൊ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോൾ പുതിയ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. ബട്ട് സ്റ്റിൽ വാട്ട് വി ആർ ട്രൈങ് ടു പ്രസന്റ് ടു യു, ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? ഇതിലും ഒന്ന് ബാക്ക് പോകണം. ഇതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 58 ലക്ഷം ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഈ ഇൻഡസ്ട്രിയിൽ 53% സ്ത്രീകളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ഈക്വാലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 50% അല്ലെങ്കിൽ ഒരു 50-50 റേഞ്ചിൽ 53% ലേഡീസിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇതിനകത്തൊരു വുമൻ എംപവർമെന്റിന്റെ ഒരു എലമെന്റും കൂടി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നൗ ഇൻ സിലബസ് എന്ന് വെച്ചാൽ പല യൂണിവേഴ്സിറ്റികളിലും പല സബ്ജക്റ്റുകളിലും ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഒരു പാഠ്യ വിഷയമായിട്ട് മാറുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ BCom പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡയറക്ട് സെല്ലിംഗിനെ പറ്റിയിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. ആ ഒരു മാർക്കറ്റിംഗ് രീതിയെ ഇന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റുകളാണ് നമ്മളിവിടെ കാണുന്നത്. നെക്സ്റ്റ്, our legal certificates, our certificate of incorporation and GST and PAN card, ഇതിന്റെ പിക്ചറുകളാണ് നമ്മളിവിടെ കാണുന്നത്. നെക്സ്റ്റ് വൺ, ഈ ഇൻഡസ്ട്രി ഒരുപാട് പേരുദോഷം കൽപ്പിച്ച ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പല കോൺട്രവേഴ്സികളും പല നെഗറ്റീവ് ന്യൂസുകളും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഇതിനൊരു തൊഴിൽ മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയും ഡയറക്ട് സെല്ലിംഗിനെ ഒരു തൊഴിൽ മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയും അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തു. അത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് തീരുമാനമെടുക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് എത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിംഗിന് ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്ന സ്റ്റേറ്റ് നമ്മുടെ കേരള സ്റ്റേറ്റ് ആണ്. മറ്റുള്ള സ്റ്റേറ്റുകളും അതിന്റെ പുറകെ നമ്മൾ നോക്കിയാൽ കേരള, തമിഴ്നാട്, തെലങ്കാന, സിക്കിം, കർണാടക ഇങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റുകളും അവരുടേതായിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു NGOയെ ഗവൺമെന്റ് നിയമപ്പെടുത്തി. അതാണ് നമ്മുടെ ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു NGO കൊണ്ടുവരികയും അവരിതിനെ പറ്റി പഠിച്ച് ഒരു പഠന റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഒരു പോർട്ടൽ, ഒരു വെബ് പോർട്ടൽ വരുന്നു. ആ വെബ് പോർട്ടലിൽ ലീഗൽ ആയിട്ടുള്ള കമ്പനികളുടെ പേരും വിവരങ്ങളും ഒക്കെ വരാൻ പോകുന്നു. സോ വാട്ട് ഐ ആം ട്രൈങ് ടു സേ ഈസ് ലീഗലി നമുക്ക് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് സപ്പോർട്ടുകൾ വരും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കേരളത്തിലുള്ള മേജർ ആയിട്ടുള്ള എല്ലാ യൂണിയനുകൾക്കും ഇന്ന് ഡയറക്ട് സെല്ലിംഗുമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള അവരുടേതായിട്ടുള്ള ചാപ്റ്ററുകളുണ്ട്. ലൈക്ക് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഇവർക്കൊക്കെ ഡയറക്ട് സെല്ലിംഗിൽ യൂണിയനുകളുണ്ട് എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. നെക്സ്റ്റ് വൺ, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കമ്പനി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് രഹസ്യമായിട്ടല്ല നമ്മൾ വന്നത് എന്നുള്ളതാണ്. ഇത് നമ്മളെ പോലെ എല്ലാ പത്രങ്ങളിലും മേജർ ആയിട്ടുള്ള ഒരുവിധം എല്ലാ പത്രങ്ങളിലും അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇവൻ ഇന്ത്യൻ എക്സ്പ്രസ് തൊട്ട് മാതൃഭൂമി, ദേശാഭിമാനി, കേരള കൗമുദി, മലയാള മനോരമ ഇതിലൊക്കെ ന്യൂസുകളായി വന്നുകൊണ്ടാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ്, the one and only Bobby Chamanur, who is our chairman, who is our everything. ഇദ്ദേഹമാണ് ഫിജിക്കാർട്ടിന്റെ അമരക്കാരൻ. അതിന് ഏറ്റവും വലിയ സന്തോഷം, മറ്റേതൊരു കമ്പനിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും മദർ കമ്പനിക്ക് മറ്റ് ഇൻകങ്ങൾ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോഴൊക്കെ ഈ പറയുന്ന കമ്പനികൾക്ക് അതിൽ സസ്റ്റെയിൻ ആയിട്ട് നിൽക്കാൻ പറ്റാറില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ട് ഇവിടെ വളരെ ക്ലിയർ ആണ്. ബിക്കോസ് ചെമ്മണൂർ ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ചെമ്മണൂർ കമ്പനിയാണ് നമ്മുടെ ബാക്ക്ബോൺ ആയിട്ട് നിൽക്കുന്നത്. ബോബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ഈ നമ്മുടെ മദർ കമ്പനി നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഡിഫറെന്റ് വേർട്ടിക്കിൾസിലുള്ള കമ്പനികളുടെ ലിസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഷ്ടി 23ഓളം ഡിഫറെന്റ് വേർട്ടിക്കിൾസിൽ നമ്മുടെ മദർ കമ്പനിക്ക് ബിസിനസ്സുകളുണ്ട്. സോ വിഷൻ ആൻഡ് മിഷൻ, ഏതൊരു കമ്പനിക്കും അതിന്റേതായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവണം. നമ്മുടെ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ, ടു ബി ദ ഫ്യൂച്ചർ റെഡി. നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു മാറ്റം നമ്മുടെ ബിസിനസ് രംഗത്ത് വരുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിഷൻ. അതിനുവേണ്ടിയിട്ടുള്ള മിഷനായിട്ട് സാധാരണക്കാരെ വെച്ചുകൊണ്ട് സാധാരണക്കാരിലൂടെ റെഫറൻസ് മാർക്കറ്റിംഗിലൂടെ ഡയറക്ട് സെല്ലിംഗിലൂടെ വലിയൊരു ചേഞ്ച് നമ്മുടെ ബിസിനസ് രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മിഷൻ. നെക്സ്റ്റ് വൺ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെയും നമ്മുടെ ഫാസിലിറ്റീസിന്റേതായിട്ടുള്ള പിക്ചറുകളാണ്. നമ്മുടെ അപ്കമിംഗ് ഓഫീസ്, നമ്മുടെ ലോജിസ്റ്റിക്സ്, നമ്മുടെ വാഹനങ്ങൾ. നെക്സ്റ്റ് വൺ, നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നതിന് 2 മെത്തേഡുകളുണ്ട്. ഐദർ യു കെൻ ചൂസ് ഓൺലൈൻ, അത് നമുക്ക് പോസ്റ്റൽ സർവീസിലൂടെ നമുക്ക് ലഭിക്കുന്നു. മറ്റത് നമുക്ക് സ്റ്റോറുകളിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ 2 ഓപ്ഷനിലൂടെയാണ് നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടുന്നത്. ഇത് അതിന്റെ പിക്ചറുകളാണ്. നെക്സ്റ്റ്,
നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സുകളാണ് നിലവിൽ നിൽക്കുന്നത്. ഒന്ന് ഫിജി കാർട്ട് ഓൺ ബ്രാൻഡ്, നമ്മുടേതായിട്ടുള്ള ഓൺ ബ്രാൻഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതേസമയം തന്നെ പോപ്പുലർ ബ്രാൻഡ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ഓൺ ബ്രാൻഡുകളാണ്. ഇത്രയും ബ്രാൻഡുകൾ നമ്മൾ നേരിട്ട് ഓൺ ചെയ്യുന്ന ബ്രാൻഡുകളാണ്. ഇതല്ലാതെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പോപ്പുലർ ബ്രാൻഡ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് Now, how we can enter to the platform? എങ്ങനെ നമുക്ക് ഈ ബിസിനസ് തുടങ്ങാം? ഈ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി എ പാർട്ട്ണർ സ്റ്റോർ ഹോൾഡർ. നിങ്ങളൊരു പാർട്ട്ണർ സ്റ്റോർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണം. നിങ്ങളെ ആരെങ്കിലും, നമ്മൾ ഈ ബാങ്കിലൊക്കെ സ്പോൺസർ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ നമ്മളെ ഈ കമ്പനിയിലേക്ക് ഒരു സ്പോൺസർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ KYC ഡോക്യുമെന്റേഷൻസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ മിസ്യൂസ് ചെയ്യപ്പെടില്ല, 100% സുതാര്യമാണ് കാര്യങ്ങൾ. നമ്മുടെ ഡീറ്റെയിലുകൾ, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്. കാരണം ഇത് ഫിനാൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ മാത്രമേ നമുക്ക് പേയ്മെന്റുകൾ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റിന്റെ റൂളാണ്, പാൻ കാർഡ് നിർബന്ധമാണ്. പാൻ കാർഡ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ബിസിനസ്സിലേക്ക് കയറാൻ കഴിയുള്ളൂ. നെക്സ്റ്റ്, ഇതിന്റെ ഡയറക്ട് സെല്ലേഴ്സിന്റെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ഡിജിറ്റൽ ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സൈറ്റിൽ നമ്മൾ കയറി നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എഗ്രിമെന്റ് അവിടെ വരും. ഈ എഗ്രിമെന്റ് അപ്രൂവ് ചെയ്ത് നമ്മൾ അലോ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ ഗവൺമെന്റ്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നമ്മൾ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മുടെ എഗ്രിമെന്റ്. നെക്സ്റ്റ്, നമുക്ക് രണ്ട് രീതിയിൽ ഈ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാം. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിജിറ്റൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, ഫിസിക്കൽ ആയിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. ഒന്ന്, നമ്മുടെ ID നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വെബ് ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ലിങ്ക് ത്രൂ നമുക്ക് ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ദി അതർ വൺ, ഫിസിക്കൽ പ്രൊമോഷൻ. ഫിസിക്കൽ പ്രൊമോഷൻ മീൻസ് നമ്മൾ നേരിട്ട് പോയി ആളുകളെ കണ്ട് സംസാരിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക്. ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. മേ ബി ഐ സ്പെൻഡ് മോർ ടൈം ഹിയർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ലൈഡ് ഇതാണ്. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്? ഏറ്റവും ആദ്യം കാണുന്ന കോളം എന്ന് പറയുന്നത് ട്രഡീഷണൽ മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമറിലേക്ക് എത്തുന്നത്. നമുക്ക് നോക്കി നോക്കാം. പ്രൊഡക്റ്റ് വരുന്നത് എങ്ങനെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ മാർക്കറ്റ് ആൻഡ് ഇ-കോമേഴ്സ് മാർക്കറ്റ് ആൻഡ് ഡയറക്ട് സെല്ലിംഗ്. ഈ മൂന്ന് കാര്യത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കാര്യത്തിൽ നമുക്ക് വരുന്ന ഒരു കാര്യം, ഏതൊരു പ്രോഡക്റ്റിനും ഒരു MRP ഉണ്ടായിരിക്കും, റൈറ്റ്? ആ MRP എങ്ങനെയാ വരുന്നത്? ഇതിനൊരു മാനുഫാക്ചറിംഗ് കോസ്റ്റ് ഉണ്ടായിരിക്കും, അതിനകത്തൊരു CNF വന്നു, അതിനൊരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഇതിനൊരു സോണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിൽ ഡീലർ, റീറ്റെയിലർ. ഇങ്ങനെ നമ്മുടെ റീറ്റെയിലറിലേക്ക് എത്തുന്ന ഒരു പച്ചം ഇടനിലക്കാർ കൂടി ചേർന്നുകൊണ്ടാണ് ഒരു പ്രോഡക്റ്റ് ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ ഒരു ആളുടെ കയ്യിലേക്ക് എത്തുന്നത്. ശരിയാണോ? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ വരുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു മാർജിൻ കിട്ടാതെ അവർ ഈ പണിക്ക് നിൽക്കുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വരുന്നതിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഒരു 60% തൊട്ട് 80% വരെ അവരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. ഇതിന്റെ ഒപ്പം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യുന്ന കോസ്റ്റ് കൂടി ചേരുമ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് ഈ പറയുന്ന എമൗണ്ട് എല്ലാം പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമർ തന്നെയാണ്. പക്ഷെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നത് ഈ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കും മാർക്കറ്റിംഗ് ചെയ്ത ആളുകൾക്കും ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, വിൽക്കുന്ന ആളെക്കാൾ. എന്നാൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു ബിസിനസ് തന്ത്രം നമ്മുടെ നാട്ടിലോട്ട് എത്തുന്നത്. ബിസിനസ്സിൽ വലിയ മാറ്റങ്ങളാണ് വന്നത്. മാനുഫാക്ചറിൽ നിന്ന് ഒരു വെണ്ടർ ത്രൂ, ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ത്രൂ കസ്റ്റമറിലേക്ക് ഡയറക്റ്റ് പ്രോഡക്റ്റ് എത്തിയപ്പോ ഇവിടെ കട്ട് ചെയ്യപ്പെട്ടത് ഈ മാനുഫാക്ചറർ തൊട്ട് റീറ്റെയിലർ വരെയുള്ള ഇടനിലക്കാരാണ്. വിച്ച് മീൻസ് ഈ എന്താ പറയാ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കോസ്റ്റിനെ ഒഴിവാക്കി. പക്ഷേ സ്റ്റിൽ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അഡ്വർടൈസ്മെന്റ് കോസ്റ്റിലൂടെ നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും ചിലപ്പോൾ അവർ കൂടുതൽ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടാവുക, പത്രങ്ങളിലൂടെ ആയിരിക്കും അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കോസ്റ്റ് ഒഴിവായി. കാരണം മാനുഫാക്ചറിൽ നിന്ന് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ത്രൂ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമറിലേക്ക് എത്തുന്നു. അവിടെ മാറ്റിവെച്ച ആ എമൗണ്ട്, ഇന്റർമീഡിയറ്റ്സിന് വേണ്ടി മാറ്റിവെച്ച എമൗണ്ട് അവർ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നു. ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ഇ-കൊമേഴ്സ്. ബട്ട് വാട്ട് വി ഡു, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഒരു ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിലൂടെ, ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ ഒരു മാനുഫാക്ചറിൽ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴി ഫിജി കാർട്ടുകാരനെ നേരിട്ടെത്തുമ്പോൾ അവിടെ കട്ട് ചെയ്യപ്പെടുന്നത് നോ അഡ്വർടൈസ്മെന്റ്, നോ മൾട്ടിപ്പിൾ ഇന്റർമീഡിയറ്റ്സ്. ഇതിനുള്ള ഇടനിലക്കാരെയും ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് മുഴുവൻ ക്യാൻസൽ ചെയ്യുന്നു. ഒപ്പം തന്നെ
നമ്മുടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റും ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്നു. പക്ഷെ അവിടെ കിട്ടുന്ന മാർജിൻ ഡിസ്കൗണ്ട് ആക്കി കൊടുക്കാതെ പ്രോഫിറ്റ് ആക്കി ആരാണോ മാർക്കറ്റ് ചെയ്യുന്നത്, ആരാണോ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നത് അവരിലേക്ക് പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കും. Which means there is no discount system, there is no offer, because offer കിട്ടിയ കസ്റ്റമർക്കാണ്, പ്രോഫിറ്റ് കിട്ടിയ ബിസിനസ്സുകാരനാണ്. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് കസ്റ്റമർ ആവാനാണോ ബിസിനസ്സുകാരനാവാനാണോ? ബിസിനസ്സുകാരനാവാനാണ്. അങ്ങനെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിന്റെയും ഡയറക്ട് അഡ്വർടൈസ്മെന്റ് കോസ്റ്റിന്റെയും ആകെ തുകയായിട്ട് കിട്ടുന്ന മാർജിൻ കമ്പനി പ്രോഫിറ്റ് ആയിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു തരുന്ന ഒരു സിസ്റ്റം. ഇതാണ് ഫിജി കാർഡ് ഇ-കോമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ബ്യൂട്ടിഫുൾ കമ്പനി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ബിസിനസ് ആശയം. നെക്സ്റ്റ്, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് കിട്ടുന്നത്. ആ പ്രോഫിറ്റുകൾ നമുക്ക് പല രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇത്രയും മെത്തേഡിലൂടെ നമുക്ക് പ്രോഫിറ്റുകൾ ഷെയർ ചെയ്യാൻ പറ്റും. ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ചാലോ? ആദ്യത്തെ പ്ലീസ്, റീറ്റെയിൽ പ്രോഫിറ്റ്. പാർട്ട്ണർ സ്റ്റോറുകളായി മാറുന്ന നമ്മൾ ഓരോരുത്തരും ആദ്യം ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ഷോപ്പിംഗിലൂടെയാണ്. നമ്മൾ ആദ്യം ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ആവുന്നത് ഒരു ചെറിയ ഒരു പർച്ചേസിലൂടെയാണ്. ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരാണ്? നമ്മൾ കസ്റ്റമറാണ്. നമുക്ക് ഈ ബിസിനസ്സിലേക്ക് നമ്മുടെ ഫിജി കാർഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏത് പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യാം ആസ് എ കസ്റ്റമർ എന്ന രൂപത്തിൽ. അങ്ങനെ കസ്റ്റമർ ആയിട്ട് വരുന്ന നമുക്ക് അതിൽ നിന്ന് ഒരു ചെറിയ മാർജിൻ കിട്ടുന്നു. വിച്ച് മീൻസ് ഇപ്പൊ ഒരാൾ വിചാരിക്കുകയാണ് അയാൾക്ക് ബിസിനസ് ഒന്നും ചെയ്യേണ്ട, ഐ ജസ്റ്റ് വാണ്ട് ടു ബി എ കസ്റ്റമർ, എനിക്ക് വെറുതെ ഷോപ്പ് ചെയ്യാൻ മാത്രമേ താല്പര്യമുള്ളൂ നമ്മുടെ ഫിജി കാർഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമെങ്കിൽ അയാൾക്ക് പറ്റിയ ഒരു സാധനമാണിത്. അയാൾക്ക് ഇവിടെ വരാം, ഇവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അയാൾക്ക് ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ചെറിയൊരു മാർജിൻ അയാൾക്ക് കിട്ടും. മേ ബി നമുക്കൊരു ഡിസ്കൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ഇങ്ങനെ വിളിക്കുന്ന ഇതിലൂടെ നമുക്ക് ഒരു പാർട്ട്ണർ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമർ ആകുന്നു. പക്ഷേ നമുക്കൊരു ആക്ടിവേഷൻ ആയിട്ട് മാറുക എന്ന് പറയുന്നത് നമ്മളൊരു കസ്റ്റമറിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറിലേക്കുള്ള ഒരു മാറ്റമാണ്. ആ ഡിസ്ട്രിബ്യൂട്ടറായി നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഒരു മിനിമം പർച്ചേസ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് 25 SV മുതൽ മുകളിലോട്ട് 100 SV വരെ ഏത് SV എടുത്തിട്ടും നമുക്ക് ഈ ബിസിനസ്സിലോട്ട് എൻ്റർ ആവാം. അപ്പൊ SV എന്ന് പറഞ്ഞാൽ സെയിൽസ് വോളിയം. എന്തുകൊണ്ടാണ് സെയിൽസ് വോളിയം എന്ന് പറയുന്നത് വെച്ചാൽ ഓരോ പ്രോഡക്റ്റിനും ഡിഫറെന്റ് മാർജിനുകളായിരിക്കും. അപ്പൊ ആ മാർജിൻ അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇതിന് ഒരു സെയിൽസ് വോളിയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ സെയിൽസ് വോളിയം അനുസരിച്ചാണ് കാര്യം. അങ്ങനെയുള്ള ഒരു സെയിൽസ് വോളിയം ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ഇൻകം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ആകുന്നു, കസ്റ്റമർ ആകുന്നു, ഡിസ്ട്രിബ്യൂട്ടർ ആകുമ്പോൾ നമുക്കൊരു ട്രാക്കിംഗ് ID കിട്ടും. നമ്മുടെ ബിസിനസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഐഡിയ കിട്ടും. ഇവിടെയാണ് ഫിജി കാർഡിന്റെ മാജിക് നടക്കാൻ പോകുന്നത്. ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ബിസിനസ്സിലുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇതിന് നമുക്കൊരു ബാക്ക് ഓഫീസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നാട്ടിൽ നിലവിലുള്ള ഏത് ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം നിങ്ങൾ എടുത്താലും അതിലൊരു ഫ്രണ്ട് എൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രോഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും, അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനൊരു ബാക്ക് ഓഫീസ് ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ ഒരു ബാക്ക് ഓഫീസ് ഉണ്ടാവും. ആ ബാക്ക് ഓഫീസിലേക്ക് കയറാനായിട്ട്, നമ്മുടെ സ്റ്റോറിലേക്ക് കയറാനായിട്ട് നമുക്കൊരു പാസ്വേഡ്, യൂസർ നെയിം, കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് വെച്ച് നമ്മൾ ഈ ബിസിനസ്സിനകത്തോട്ട് കയറുന്നു. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാക്കിംഗ് ID കിട്ടുന്നു. ഈ ട്രാക്കിംഗ് IDക്ക് ഒരു ലെഫ്റ്റ് ഓർഗനൈസേഷനും ഒരു റൈറ്റ് ഓർഗനൈസേഷനും ഉണ്ടാവും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ഡയറക്ട് സെല്ലിംഗിലെ ബൈനറി സിസ്റ്റം പ്രകാരമായിരിക്കും നമ്മൾ ഇനി ഇവിടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇവിടുത്തെ നമ്മുടെ വാല്യൂ ഇങ്ങനെയാണ് വരിക. ഒരു സെയിൽസ് വോളിയം ലെഫ്റ്റിലും ഒരു സെയിൽസ് വോളിയം റൈറ്റിലും വരികയാണെങ്കിൽ നമുക്ക് 20 രൂപ എന്ന രീതിയിലാണ് നമുക്ക് നമ്മുടെ കമ്മീഷൻസ് ഉണ്ടാവുക, നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാവുക. ക്ലിയർ? ഇതിന്റെ വലിയ ഫിഗറുകൾ നമുക്ക് നോക്കാം. 100 സെയിൽസ് വോളിയം ലെഫ്റ്റും 100 സെയിൽസ് വോളിയം റൈറ്റും വരികയാണെങ്കിൽ 2000 രൂപ. 500 സെയിൽസ് വോളിയം ലെഫ്റ്റും 500 സെയിൽസ് വോളിയം റൈറ്റും വരികയാണെങ്കിൽ 10000 രൂപ. ഇനി അൺയൂറായിട്ട് പോവുകയാണെങ്കിലും ഒരു സൈഡിൽ 500 SV-യും ഒരു സൈഡിൽ 1000 SV-യും വരുവാണെങ്കിൽ 500 മാച്ച് ചെയ്തുകൊണ്ട് 10000 രൂപ ഇൻകം കിട്ടുന്നു. ബാക്കിയുള്ള 500 SV ക്യാരി ഫോർവേഡ് ആയിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് പോകുന്നു. ഇത് ഡെയിലി ഇൻകം ആണ്. പക്ഷേ ഇതിൽ ഏറ്റവും ആദ്യത്തെ ഷോപ്പിംഗിൽ മാത്രം 2:1 എന്ന് പറയുന്ന അനുപാതത്തിലായിരിക്കും നമുക്ക് ഇൻകം കൊണ്ടുവരിക. ഏറ്റവും ആദ്യം നടക്കുന്ന 100 SV ആകുന്നത് വരെ 2:1 ഓർ 1:2 എന്ന രീതിയിലേക്ക് ബിസിനസ് വരുന്നു. വിച്ച് മീൻസ് ഒരു സൈഡ് 100 SV-യും ഒരു സൈഡ് 200 SV-യും വന്നാൽ ആദ്യത്തെ 2000 രൂപ നമുക്ക് ഇൻകം വരുന്നു. അതൊരു പ്രൊബേഷണറി പീരീഡ് പോലെ. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക്കലി 1:1ലേക്ക് സ്വിച്ച് ചെയ്യും. അതിനുശേഷം നമുക്ക് 100 SV മാച്ച് ചെയ്യുകയാണെങ്കിൽ 2000 രൂപ ഇൻകം കിട്ടും. ഇതാണ് നമ്മുടെ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. മൂന്നാമത്തെ കാര്യം ജനറേഷൻ ബോണസ് ആണ്. ഇങ്ങനെ ടീം ബിൽഡിംഗിലൂടെ നമുക്ക് മുന്നേറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കമ്പനി മൂന്നാമത്തെ ഒരു ഇൻകം വെച്ചിരിക്കുന്നു. നമ്മളുടെ പേഴ്സണൽ ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന
സ്പോൺസർഷിപ്പുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരിട്ട് കൊണ്ടുവരുന്ന സെയിൽസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്പോൺസർഷിപ്പ് ഐഡിയകളുടെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇൻകം, ഇത് അൺലിമിറ്റഡ് ഇൻകം ആണ്. ദിസ് ഇസ് വാട്ട് ഐ ആം ഹിയർ ഇൻ ദിസ് കമ്പനി. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻകം ഇതാണ്. നമ്മുടെ ഡയറക്ട് സ്പോൺസർഷിപ്പുകളിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്ന 100 XVയിൽ കൂടുതൽ വാങ്ങുന്ന ഓരോ പർച്ചേസിൽ നിന്നും നമുക്ക് ഒരു മാർജിൻ ഉണ്ടാക്കാൻ പറ്റും. 20% തൊട്ട് 50% വരെ നമ്മുടെ ബിസിനസ് വോളിയത്തിന്റെ ഒരു റിസൾട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഗംഭീര പ്ലാറ്റ്ഫോമാണ്. ഇതൊരു മന്ത്ലി ബേസ്ഡ്, TL ബേസ്ഡ് ആയിട്ടുള്ള, ടീം ലീഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മന്ത്ലി ബേസ്ഡ് ഇൻകം. നെക്സ്റ്റ്, നമുക്ക് ഒരു ഫാമിലി ഇൻഷുറൻസ് ഇതിലൂടെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. നമ്മളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഓൺലി ദ ക്രൈറ്റീരിയ കംപ്ലീറ്റഡ് റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള, അതിനൊരു ക്രൈറ്റീരിയ കമ്പനി വെച്ചിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത എല്ലാ ലീഡർമാർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഒരു നമ്മുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് സെയിൽസ് മാനേജർ തൊട്ട് നാഷണൽ സെയിൽസ് ടീം മാനേജർക്ക് വരെ ഒരേ തൂക്കത്തിൽ, എന്നുവെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, പക്ഷേ അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ക്രൈറ്റീരിയ കൂട്ടി കൊടുത്തിട്ടുണ്ടാവും. SM ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിൽസ് മാനേജർ ആയിട്ടുള്ള ഒരാൾ 300 SV ഒരു മാസം മാച്ച് ചെയ്യുകയാണെങ്കിൽ ഹി ഈസ് ഏബിൾ ടു അച്ചീവ് പെർഫോമൻസ്, മന്ത്ലി പെർഫോമൻസ്. അത് 25 SV വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ZSDM വരെയും, 50 SV വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ZSDM വരെയും, 100 SV വരുന്ന ആളുകൾക്കാണെങ്കിൽ എല്ലാ റാങ്കുകളിലും അവിടെ നമുക്ക് പെർഫോമൻസ് ബോണസിനുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. SM-ന് 300 SV ആണെങ്കിൽ നാഷണൽ സെയിൽസ് ടീം മാനേജർക്ക് 40,000 SV ആണ് മാച്ച് ചെയ്യേണ്ടത്. അത് അവരുടെ ടീം സൈസ് കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസ് ബോണസ് ആണ്. പെർഫോമൻസ് ബോണസ് ഇസ് ഫോർ ദോസ് ഹു ആർ പെർഫോമിംഗ് വെൽ, അല്ലെ? പെർഫോം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ബോണസ് ആണ് പെർഫോമൻസ് ബോണസ്. നെക്സ്റ്റ്, ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന അടുത്ത ഇനത്തിലേക്ക് പോകാം. അവസാനത്തെ 3 റാങ്കുകൾ, 11, 12, 13 റാങ്കുകളിലുള്ള ആളുകൾക്ക് ഓരോ റാങ്കിനും റെസ്പെക്റ്റീവായി 0.5% വെച്ചുകൊണ്ട് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 0.5% വെച്ച് ടോട്ടൽ 1.5% കിട്ടുന്ന ഒരു ഇൻകം പ്ലാൻ ആണ് ആനുവൽ പ്രോഫിറ്റ്. ZSDM ആയിട്ടുള്ള ആളുകൾ 8 TL മെയിൻറ്റെയിൻ ചെയ്യണം. NSM-മാർ 10, NST-മാർ 12 TL വരെ അതിനൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് ഇൻ എവറി മന്ത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ആനുവൽ പ്രോഫിറ്റ് കിട്ടുക. നെക്സ്റ്റ് വൺ, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻകത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഇതിനകത്ത് കുറെ റിവാർഡുകൾ കിട്ടുന്നു. ഡിവിഷണൽ സെയിൽസ് മാനേജർ ആയിട്ടുള്ള ഒരാള് 2 TL കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 പേരെ ഡയറക്റ്റായി സ്പോൺസർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് അവരെ ബിസിനസ്സിലേക്ക് കൈപിടിച്ചുയർത്തി അവരെ വളർത്തിയെടുത്ത് അവരെ TL ആക്കുമ്പോൾ അയാൾക്ക് 50,000 രൂപയാണ് ഒരു ബൈക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നത്. അതിൽ 5% TDS കിട്ടിയത് 47,500 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അത് ബൈക്ക് വാങ്ങണോ, അത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളായിരിക്കും. ബൈക്ക് ഫണ്ടാണ്. ബൈക്ക് വാങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇതിനകത്തില്ല. ഇതാണ് ഈ കമ്പനിയെ മറ്റു കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന വലിയൊരു കാര്യം. നെക്സ്റ്റ് വൺ, സോണൽ സെയിൽസ് ടീം മാനേജർ ആയി കഴിഞ്ഞാൽ 3 TL 2 ടൈംസ്, 2 ടൈം മീൻസ് 2 മാസം സോണൽ സെയിൽസ് ടീം മാനേജർ ആയിട്ടുള്ള ആളുകൾ 3 TL മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം കാർ ഫണ്ട്, 5% TDS കിട്ടിയും. സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ആണെങ്കിൽ 4 TL 3 പ്രാവശ്യം 2 പേർക്ക് ഒരു വിദേശ ട്രിപ്പ് ഇതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. നെക്സ്റ്റ് വൺ, നാഷണൽ സെയിൽസ് മാനേജർ ആണെങ്കിൽ 6 TL 3 പ്രാവശ്യം 50 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് നമുക്ക് ലഭിക്കുന്നു. ഇവിടെ നാഷണൽ സെയിൽസ് ടീം മാനേജർ ആയി കഴിഞ്ഞാൽ വില്ല ഫണ്ടിലേക്ക് നമ്മൾ എത്തുന്നു, വിച്ച് ഈസ് 1 crore. ഈ സമയം കൊണ്ട് നമ്മുടെ ടീം ബിൽഡിംഗ് ബോണസിലൂടെ നമുക്ക് 2 കോടി രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടാവും. 10 ലക്ഷം SV ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് 12 പേര് TL ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ജനറേഷൻ ബോണസ് വർക്ക്ഔട്ട് ആയിട്ടുണ്ടാവും. അതിന്റെ ഒക്കെ കൂടെ നമുക്കൊരു വില്ല ഫണ്ട് എന്ന് പറയുന്ന 1 കോടി രൂപയുടെ സ്വപ്നമായിട്ടുള്ള നമ്മുടെ ഒരു വില്ല ഫണ്ട് കൂടി കിട്ടും. ഇതാണ് നമ്മുടെ ടോട്ടൽ റാങ്കുകളും അവരുടെ ക്രൈറ്റീരിയകളും. ഇതില് ഏറ്റവും ആദ്യം രജിസ്റ്റർ സ്റ്റോർ ആയിട്ട് വരികയാണെന്നും അത് 5000 SV വരെയാണ് അവർക്ക് ക്യാരി ഫോർവേഡ് കിട്ടുക. എനി പർച്ചേസിലോട്ട് വരാം. സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണെങ്കിൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റോർ ആണെങ്കിൽ അവർക്ക് 50,000 SV വരെ അവർക്ക് ക്യാരി ഫോർവേഡ് ഉണ്ടാവും. പക്ഷെ അവരുടെ ഓരോ റാങ്കുകളും കയറുന്നതിനനുസരിച്ച് SC ആവുമ്പോൾ 500 SV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ SC ആയി. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് 13ാമത്തെ റാങ്ക് നാഷണൽ സെയിൽസ് ടീം മാനേജർ ആവുമ്പോൾ 10 ലക്ഷം SV ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്തിട്ടുണ്ടാവും. ക്യാരി ഫോർവേഡ് കിട്ടുക 10 ലക്ഷം ക്യാരി ഫോർവേഡ് ആയിരിക്കും.
ഇതിനൊക്കെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിപ്പിച്ചു തരാനും ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും ഇതിൽ കൂടുതൽ എങ്ങനെ പെർഫോം ചെയ്യാനും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഫിജിറ്റൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓൺ അക്കാഡമി ഇവിടെ നിലവിലുണ്ട്. അതിൽ നമ്മുടെ ലീഡേഴ്സ് തന്നെയായിരിക്കും കൂടുതലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരിക. ഇതിനെപ്പറ്റി പഠിക്കാനും ഈ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിന് നിങ്ങൾക്ക് ധൈര്യം തരാനൊക്കെ ഫിജിറ്റൽ അക്കാഡമി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ഈ ഒരു സിസ്റ്റത്തെ നമുക്ക് വളരെ ഷോർട്ട് ആയിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു സ്ലൈഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ബി എ പാർട്ട് ഓഫ് ഫിജിറ്റൽ വേ, ദെൻ പ്രോസ്പെക്ട് ചെയ്യുന്നു, നമ്മൾ കണ്ടെത്തുന്നു നമ്മുടെ കൂടെയുള്ള ബിസിനസ് പാർട്ട്നേഴ്സിനെ, നമ്മുടെ പാർട്ട്ണർ സ്റ്റോറുകളെ നമ്മൾ കണ്ടെത്തുന്നു. അതിനുശേഷം അവരുമായി നമ്മൾ ഈ ബിസിനസിനെ പറ്റി ഷെയർ ചെയ്യുന്നു, അവരെ ഈ ബിസിനസ്സിലേക്ക്, ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു, അവരുടെ കൂടെ നിൽക്കുന്നു, അവരുടെ കൂടെ ടുഗദർ ആയിട്ട് നിന്നുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ടീം വർക്കിലൂടെ നമ്മൾ പഠിക്കുന്നു, നമ്മൾ അവരെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു, അപ്രോച്ച് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്ലൈഡ്. ഇവിടെ ഒരുപാട് ഇമോഷണൽ ഉള്ള ഒരു ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിജയമാണ് നമ്മളുടെ വിജയമായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടത്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള പാർട്ട്ണർ സ്റ്റോറുകൾ വിജയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ടാണ് മറ്റുള്ളവർക്കും കൂടി വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു എംപതിയോട് കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ദിസ് ഇസ് എ റൈറ്റ് പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ മറ്റുള്ളവരുടെ വിഷമങ്ങളെ കണ്ട് മനസ്സിലാക്കി അവരോട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇത് ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും ഒക്കെ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇതൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരാനുള്ള ഡിജിറ്റൽ അക്കാഡമി ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വി കെയർ, അല്ലെങ്കിൽ 4 സികളാണ് ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ വിജയത്തിനുള്ള 4 സികളെ നമ്മളിപ്പോ പറഞ്ഞേ: കെയർ, കമ്മിറ്റ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോൾ. അപ്പൊ ടു ബി എ ലീഡർ, ഇമോഷണൽ ബാലൻസിംഗിലൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ചിട്ടയായിട്ടുള്ള രീതിയിലൂടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു മിനിമം സമയത്തോടുകൂടി നിങ്ങൾക്ക് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യത ഒരുക്കി തന്ന, അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ നിങ്ങൾ കാണിച്ച നിങ്ങളുടെ സമയത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്ന മാനേജ്മെന്റിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഐ വിഷ് യു ഓൾ ദി സക്സസ്.